നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവര് അത് കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന സുഭാഷിന് പിടുത്തം കൊടുക്കാതെ സുധീഷ് നടക്കുകയാണ്. കാരണം സുധീഷിന് അറിയാം സുഭാഷിന് മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ട് തനിക്കിടെ നല്ലത് കിട്ടുമെന്ന്. താൻ ഇത്രയും ദിവസം പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്. സുഭാഷേണ്ട നല്ല ദേഷ്യമുണ്ടെന്നും അറിയാം. നിധിയുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞായിരുന്നല്ലോ. തലനാരിഴയ്ക്കാണ് ആൾക്കാരുടെ മുന്നിൽ നാണം കെടാതെ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിലോ നിധി എങ്ങാനും സ്റ്റേജിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതുകൊണ്ട് സുഭാഷിന് മുന്നിലേക്ക് ചെല്ലാതെ സുധീഷ് നേരെ നിധി ഇരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ നിധി ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുവാണ്. ആ സമയം സുധീഷ് എന്നിട്ട് പറഞ്ഞു, അതെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ നിധി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുമായിരുന്നു. നിധി സ്റ്റേജിലേക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഞങ്ങൾ ഈ കുടുംബക്കാർ മുഴുവൻ നാണം കിട്ടാനെന്ന് പറയണം. അത് കേട്ടിട്ട് നിധി ഒന്നും മിണ്ടാതെ ഒരു പ്രതികരണം ഇല്ലാതെ ബെഡിലിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ. അച്ഛൻ കൃത്യസമയത്ത് താലിയായിട്ട് വരുമെന്നും അത് കെട്ടാൻ പറയുമെന്നും എനിക്കറിയില്ലായിരുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമല്ല. അപ്പോഴേക്കും നിധി പറഞ്ഞു, അഭിനയിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അഭിനയിക്കുക വേണ്ടേന്ന് ചോദിച്ചു. അഭിനയമോ? തൻ്റെ അഭിനയമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് നിധി ഇരിക്കുന്നത്. പക്ഷെ തൻ്റെ ശരിക്കുള്ള കല്യാണം ഇതാണ്. അത് ഇവൾക്ക് അറിയത്തില്ലല്ലോ. താൻ തൻ്റെ ഭാര്യയായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ഇവളെയാണ്. ആ സമയത്ത് ഒന്നും അറിയത്തില്ലാത്ത മട്ടി സുധീഷ് പറഞ്ഞു, അതെ സോറി കേട്ടോ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തേല്. പിന്നെ നിധിയൊന്നും പറഞ്ഞില്ല. അല്ല നിധിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ത്യാഗം ചെയ്തു. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എത്ര തല്ല് കിട്ടിയത് എനിക്കിട്ട്. നിധിയുടെ സഹോദരനും പിന്നെ സൂര്യയും അച്ഛനും എല്ലാവരും എന്നെ എടുത്തിട്ട് തല്ലിയില്ലേ. അപ്പോഴതൊക്കെ ഞാൻ കൊണ്ടു. എന്താണെന്നറിയാവോ, നിധിക്ക് നല്ലൊരു ഭാവി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയാ അതൊക്കെ സഹിച്ച് ക്ഷമിച്ചു ഞാൻ മിണ്ടാൻ നിന്നത്. അപ്പൊ പിന്നെ നിധി എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും സഹായം ചെയ്തു തരുമെന്ന് എനിക്കറിയായിരുന്നു. നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന സമയത്ത് സുധീഷ് തോന്നി പന്തികേടാണ്, ഇനി ഇവിടെ നിന്നിട്ടുണ്ട് ശരിയാവത്തില്ല, പതുക്കെ എസ്കേപ്പ് ആവുന്ന നല്ലത്. പെട്ടെന്ന് സുധീഷ് പറഞ്ഞു, എന്നാ ശരി നിധി റെസ്റ്റ് എടുത്തോ, ഞാൻ പുറത്തേക്ക് പോയേക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സുധീഷ് പുറത്തേക്ക് പോകാനിട്ട് ഇറങ്ങുന്ന സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെ പറയാൻ മടിക്കരുത്, രാത്രിയിലാണെങ്കിലും വിളിച്ചേക്കണം എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, പക്ഷേ നാളെ രാവിലെ എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടാക്കണം. എനിക്ക് ഹോസ്റ്റലിലേക്ക് പോകണം, ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഞാനത് ആദ്യമേ പറഞ്ഞ കാര്യമാണ്, അതിനൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. സുധീഷിൻ്റെ ചങ്കുന്ന് കത്തി. പക്ഷെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ശരി ശരി നിധി കിടന്നുറങ്ങിക്കോ, നമുക്ക് രാവിലെ കാണാം എന്നും പറഞ്ഞിട്ട് സുധീഷ് നിധിയുടെ റൂമിൽ നിന്ന് അങ്ങോട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെ സുഭാഷ് കാത്തു നിൽക്കുന്നുണ്ട് സുധീഷിനെ. ഒരു നിമിഷം സുധീഷ് ഒന്ന് ഞെട്ടിപ്പോയി. സുഭാഷിനെ കണ്ടുകഴിഞ്ഞപ്പോൾ സുധീഷ് എങ്ങനെയെങ്കിലും സുഭാഷിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചു. പക്ഷേ എങ്കിൽ സുഭാഷ് ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ്. സുധീഷ് അങ്ങോട്ട് വന്നു. സുധീഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് സുഭാഷ് പറഞ്ഞു, നീ ഈ രണ്ട് മൂന്ന് ദിവസം ഞങ്ങളോട് പറഞ്ഞ എല്ലാം കള്ളത്തരമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ചേട്ടാ സത്യം പറയടാ, നീ ഇവിടെ എന്താ വന്ന് പറഞ്ഞ നീ അവളും കൂടെ പ്രണയിച്ച് കല്യാണം കഴിച്ചാന്ന്. എന്നിട്ടോ അവള് സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എടാ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നത്? സത്യങ്ങളൊന്നും ഞങ്ങൾ ഒരിക്കലും അറിയില്ലെന്നാ നീ വന്ന് എന്തൊക്കെ കള്ളത്തരങ്ങളാടാ പറഞ്ഞത്. അവള് നിന്നെ പ്രൊപ്പോസ് ചെയ്തു, അവൾക്കായിരുന്നു നിന്നോട് പ്രേമെന്നൊക്കെ മണ്ണാൻ കെട്ടാന്ന് പറഞ്ഞ് ഒറ്റ എണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോഴേക്കും ആകെപ്പാടെ വല്ലാതെ വിഷമിച്ചു പോയി സുധീഷിന് എന്ത് മറുപടി പറയണം നടത്തില്ല. ചേട്ടാ ഞാൻ മിണ്ടിപ്പോരുത്, ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോരുത്. എടാ നിനക്ക് അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്തെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നല്ലോ. എന്നിട്ട് നീ എന്താ ചെയ്തേ? അത് പിന്നെ ചേട്ടാ നിങ്ങളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നേ ഞാൻ അവളും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞെന്നല്ലേ. അപ്പം നിങ്ങളെ ഒന്നും വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഡാ വേദനിപ്പിക്കണ്ടെന്നോ? നീ ഇത് എന്ത് ഉദ്ദേശിച്ചടാ പറഞ്ഞേ? അവളുടെ ജീവിതം വെച്ച് നീ കളിക്കുമായിരുന്നോ? നീ ഒരു പാവം പിടിച്ച പെണ്ണിനെ. സത്യം പറ, എനിക്കിപ്പോൾ നിന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. ഇനി അവൾക്ക് നല്ലൊരു ആലോചന വന്നു, അത് നീയായിട്ട് മുടക്കിയതാണോ എന്ന് ചോദിച്ചു. ഞാനോ? ഒരിക്കലും അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധമായിരുന്നത്. അത് ഞാനായിട്ട് എങ്ങനെയാ ചേട്ടാ മുടക്കണേ? നിന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് നല്ല സംശയം ഉണ്ടാ. കാരണം നീ ഇതിലപ്പുറം ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. ആ പെൺകൊച്ചിൻ്റെ എൻഗേജ്മെന്റ് മുടക്കാൻ വേണ്ടിയിട്ട് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് അവനെ തട്ടിക്കൊണ്ട് പോയില്ലേ സൂര്യനെ. അപ്പം അതുപോലെ എന്തെങ്കിലും നാടകം കളിച്ചോടാ? അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ശരിക്കും അവൾക്ക് ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞോണ്ടാ ഞാൻ അവളെ ഏതെങ്കിലും ഹോസ്റ്റലാക്കാന്ന് വിചാരിച്ച് കൂട്ടിക്കൊണ്ട് പോന്നേ. പക്ഷെ അതിങ്ങനെ ആവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അവസാനം പോലീസ് സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ തെറ്റിദ്ധരിച്ച് ഞങ്ങളുടെ വിവാഹം നടത്തിയതാ. എടാ ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമല്ലേ? നാളെ ആ പെങ്കൊച്ച ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഇത്രയും വരെ കാര്യങ്ങളൊക്കെ ഭംഗിയായെന്ന് കരുതിയിട്ടാണോ നീ ഇരിക്കുന്നത്? ഒരിക്കലുമില്ല. ആ പെങ്കൊച്ചി ഈ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ നീ പിന്നെ എല്ലാവരോടും എന്തു പറയും?
നിന്റെ അനുജന്മാരുണ്ടല്ലോ, അവരിതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവരോട് നീ എന്ത് പറയും? പിന്നെ നാട്ടുകാര് ഓരോ ചോദ്യങ്ങളുമായിട്ട് വരും. ഓ, നീ പിന്നെ രാവിലെ പോയ രാത്രി കയറി വരുന്നവനാണോ? വന്നെങ്കിൽ വന്നു, അല്ലെങ്കിൽ ഓട്ടം പോയിട്ടുണ്ട് ആ വഴി അങ്ങോട്ട് പോകും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉള്ളതാ. ഓരോരുത്തരൊക്കെ ഓരോന്ന് ചോദിച്ചു കഴിയുമ്പം ഞങ്ങൾ വേണം സമാധാനം പറയാനായിട്ട്. ചേട്ടാ, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. നീ ഒന്നും പ്രതീക്ഷിക്കില്ലടാ, എനിക്കറിയാം. പക്ഷെ അനുഭവിക്കാൻ പോകുന്ന ഞങ്ങളല്ലേ. ഇത്രത്തോളം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് നീ ഒറ്റ ഒരുത്തൻ കാരണം. ആദ്യമേ സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഏർപ്പാടുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ഒരിക്കലുമില്ല. ഞങ്ങൾ റിസപ്ഷൻ വെക്കുവോ, ആൾക്കാരെ വിളിച്ചു കൂട്ടുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. ആ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നു വരും. പക്ഷെ ഇത് ഇത്ര വഷളാക്കിയ നീയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. നിന്റെ മനസ്സിൽ ചിലപ്പോൾ അവളുണ്ടായിരിക്കും, പക്ഷെ അവളുടെ മനസ്സ് നീ ഇല്ല എന്നുള്ള കാര്യം അറിയാലോ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നീ നിൽക്കരുത്. അത് പിന്നെ ചേട്ടാ, ഞാൻ അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നികേഷ് അങ്ങോട്ട് വന്നു. അതെ, നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങണമെന്ന് പറയാം, നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു. ആ സമയം സുധീഷ് പറഞ്ഞു, അയ്യോ എനിക്കും അതെ, നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ കയറി കിടക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, ആഹാ, ഇതെന്ത് പരിപാടിയാ? കല്യാണിച്ചക്കൻ ഇവിടെ വന്ന് കിടക്കുന്നേ? മര്യാദയ്ക്ക് പോയി ഏട്ടത്തിൻ്റെ അടുത്ത് പോയി കിടക്ക്. ഞാനിവിടെ കിടക്കണേ. ഇത് കണ്ടോ സുഭാഷ് ചേട്ടാ ഇവിടെ വന്ന് കിടക്കണേ? സുഭാഷ് പറഞ്ഞു, അതെ, അവനിവിടെ കിടന്നോളും. ഇവിടെ കിടക്കാനാ? അതെ, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, നീ ഇത്രയങ്ങ് നീ കിടക്കാൻ പറയണം. പിന്നെ നികേഷ് കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. സുധീഷ് അവരോടൊപ്പം കയറി കിടക്കുവാണ്. സുഭാഷിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. സുഭാഷിനെ നെഞ്ച് കത്തിക്കൊണ്ടിരിക്കുക. നാളെ തൊട്ടിന് സമാധാനം പറയേണ്ട വരും. ഇവൻ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നൊരു ചിന്ത. വേറെ ആർക്കും അതിനെക്കുറിച്ച് ചിന്തയും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ സുഭാഷാണ് ഒരച്ഛൻ്റെ അമ്മയുടെ സ്നേഹമൊക്കെ കൊടുത്ത് തൻ്റെ അനുജന്മാരെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷിന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് സുഭാഷ് അങ്ങനെ അടിയെ കൊടുത്തത്. കാരണം സുധീഷ് ഒരു പെൺകുട്ടീനെ ചതിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നറിഞ്ഞപ്പം അത് സുഭാഷിന് സഹിക്കുന്ന കാര്യമായിരുന്നില്ല. ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി. നിധി എഴുന്നേറ്റ് കുളിക്കാനൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്താണ് മത്തി അടിക്കുന്നതുപോലെ സുധീഷും നികേഷും ഹരീഷും ഒക്കെ അങ്ങനെ ഹാളിൽ കിടക്കുന്നേ. ആ സമയം നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം നിധി ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഡ്രസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിക്കർ മാത്രം ഇട്ട് ഉടുത്തിരിക്കുന്ന മുണ്ട് വരെ പുതച്ചോണ്ടാണ് കിടക്കുന്നത്. ഒരുത്തൻ്റെ മേത്തേക്ക് കാലൊക്കെ എടുത്തുകൊണ്ട് കിടക്കുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ നിധിക്ക് എങ്ങനെയല്ലോടെ പോകണമെന്ന് അറിയത്തില്ല. നിധി നടന്നു പോകുന്ന വഴിക്കാണ് എല്ലാം കൂടെ കിടക്കണേ. ആ സമയത്താണ് സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷ് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്ന 2 കുടമൊക്കെ കയ്യിലുണ്ടായിരുന്നു. ആ സമയത്ത് നിധി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന കണ്ടു. പെട്ടെന്ന് നിധിയോട് ചോദിച്ചു, എന്താ നിധി, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞെന്ന് ചോദിക്കുകയാണ്. നിധി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കുകയാണ് അവരെ. അപ്പോഴേക്കും സുഭാഷിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. സുഭാഷ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ കിടപ്പ് കണ്ടു. ദൈവമേ, യുവമാരുടെ ഒരു കാര്യം പറഞ്ഞ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവിടെ കിടന്ന് പുതപ്പൊക്കെ എടുത്തിട്ട് 3 അമ്പരം പുതപ്പിക്കുകയാണ്. പിന്നീട് നിധിയോട് പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പറയണം. നിധി അങ്ങനെ ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആ കുടം വെച്ച് എല്ലാത്തിനിട്ട് ഓരോന്ന് കൊടുത്തു. എഴുന്നേറ്റ് പോടാ അവന്മാരെ, വെയിലുദിച്ചു, എന്നിട്ട് അവന്മാർക്ക് എഴുന്നേറ്റ് പോറായില്ലെന്നൊക്കെ പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിധി കുളിയെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ കഴുകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ട് അവിടെ വിരിച്ചിടുന്ന സമയത്താണ് അവിടേക്ക് സുഭാഷ് വരുന്നത്. സുഭാഷിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സുഭാഷ് കൊണ്ടുവന്ന് ചായക്ക് നിധിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുടിക്കാൻ പറയണം. അല്ല ഏട്ടാ, ഏട്ടൻ എന്തൊക്കെ ചെയ്ത ഏട്ടന് ബുദ്ധിമുട്ടായില്ലെന്ന് ചോദിക്കുക. ബുദ്ധിമുട്ടോ? ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന ശീലമുണ്ട്. അപ്പം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നിധിക്ക് കൂടെ ഒരു ഗ്ലാസ് വെച്ചാൽ കുടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. ഒരു ഏട്ടൻ്റെ സ്നേഹത്തോട് കൂടിയിട്ടാണ് നിധിക്ക് ആ ചായ കൊടുക്കുന്നത്. നിധിക്ക് സുഭാഷിനെ ഇഷ്ടമാണ്. കാരണം വന്നതിന് ശേഷം സുഭാഷ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിധി അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായ കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ തിരിയുമ്പോഴത്തേനും സുഭാഷ് ആ കാര്യം ഓർക്കണേ. പെട്ടെന്ന് സുഭാഷ് തിരിഞ്ഞു വന്നിട്ട് നിധിയോട് പറഞ്ഞു, താങ്ക്സ് എന്ന് പറയണേ. എന്തിന്? അല്ല, ഇന്നലെ ഞാൻ കരുതിയത് നിധിയാ അങ്ങോട്ടേക്ക് വരത്തില്ല, സ്റ്റേജിലേക്ക് വരത്തില്ല. അങ്ങനെ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടാനും. ശരിക്കും ഞങ്ങളുടെ മാനം ഇന്നലെ രക്ഷിച്ചെന്ന് പറയാം. നിധി പറഞ്ഞു, എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്നെ സഹായിക്കാൻ വന്നുകൊണ്ടാണ് സുധീഷിന് ഈ അവസ്ഥയുണ്ടായത്. സാരമില്ല, എന്നാലും ഞങ്ങൾക്ക് വേണ്ടി അത്രയൊക്കെ നിധി ചെയ്തു തന്നല്ലോ, അതിനെനിക്ക് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീട് വിട്ടിറങ്ങിയത്. പക്ഷെ അതിങ്ങനെയായി തീരുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏട്ടാ. എനിക്ക് ഒരു സ്വപ്നമുണ്ട്, എനിക്ക് പഠിക്കണം, കൂടുതൽ പഠിക്കണം. പിന്നെ ഇപ്പം എനിക്ക് തൽക്കാലത്തിന് വേണ്ടതൊരു ജോലിയാണ്, അതിന് ഇവിടുന്ന് പോയേ മതിയാവുള്ളൂ. ആ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് സുഭാഷ് പറഞ്ഞു, പോകണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, അറിയാലോ. ഒരു പക്ഷെ നാളെ നിധി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെയൊക്കെ എന്ത് പറയണമെന്ന് അറിയില്ല, അതൊരു വിഷമത്തിലാണ് ഞങ്ങൾ. കല്യാണമൊക്കെ അത് ഗംഭീരമായിട്ട് തന്നെ നടന്നു.
പക്ഷെ ഇനിയിപ്പോൾ നാട്ടുകാർക്ക് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങും. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അയ്യോ ചേട്ടാ അങ്ങനെ പറയരുത്, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, സാരമില്ല, പോയിക്കോ. ഇന്നലെ തന്നെ ഞങ്ങളെ രക്ഷിച്ച തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി നിധിയെ ഞാനോ എൻ്റെ വീട്ടുകാരോ നിർബന്ധിക്കില്ല ഇവിടെ നിൽക്കാനായിട്ട്. നിധിയുടെ ഇഷ്ടം പോലെ നിധിക്ക് പോവാം. നിധി നിന്നെ പോകണം, പൊയ്ക്കോളാൻ പറയണം. ഇതും പറഞ്ഞിട്ട് സുഭാഷ് വിഷമത്തോടെ അങ്ങോട്ട് കയറി പോവുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസമാണ് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.